നമസ്കാരം. സായിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കരുത്. നല്ല ചങ്കുറപ്പോടെ തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയണം. സെലിംഗം ആരംഭിക്കുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച 25-ന് രാവിലെ കടലിൽ മുങ്ങിയ എൽസാത്രി നിരവധി ചോദ്യങ്ങൾ നമ്മുടെ നേർക്ക് തൊടുത്തുവിടുകയാണ്. ഓരോ കടലിനും ഓരോ നിയമമാണ്. അമേരിക്കയിലെ കടലിൽ ഒരു നിയമം, യൂറോപ്പിലെ കടലിൽ ഒരു നിയമം, അറബിക്കടലിൽ ഒരു നിയമം, കേരള കടലിൽ മറ്റൊരു നിയമം, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പസഫിക്കിൽ നിയമങ്ങൾ വേറെയാണ്. ദീർഘകാലത്തെ കപ്പലിലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ക്യാപ്റ്റൻ ജസ്റ്റിൻ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഷിപ്പിൻ്റെ ഏജ് തന്നെ 27 ഇയേഴ്സ് ഓൾഡ് വെസൽ. ഏത് ഡെവലപ്ഡ് നേഷൻസിലും 20 ഇയേഴ്സിൻ്റെ മുകളിൽ അലൗഡ് അല്ല ഷിപ്സൊക്കെ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഷിപ്സൊക്കെ ഇങ്ങനത്തെ ഡെവലപ്പിംഗ് കൺട്രീസിലായിട്ടാണ് ഓടിക്കുന്നവർ. അപ്പോൾ അതിൽ ഈ ചെറിയ ഷിപ്സൊക്കെ ഷോർട്ട് റൺ ആയിരിക്കും. അപ്പോൾ അതിൽ മെയിൻ്റനൻസ് ഒന്നും ശരിക്കും ചെയ്യാതെ ഓടിക്കുന്നത്. ഇങ്ങനെ വേണ്ട സമയത്ത് മെയിൻ്റനൻസ് നടന്നിട്ടില്ല എന്നുള്ളതിന് ഒരു ആധികാരികമായ രേഖ നമുക്ക് ലഭിക്കുന്നു. സീ ട്രേഡ് മാരിടൈം എന്ന് പറയുന്ന ജേർണലാണ്. ദി 28-year-old vessel's last port state control inspection was in Mangalore on 19th November 2024 when 5 deficiencies were found. എൽസത്രിയിൽ 5 കുഴപ്പങ്ങൾ. കരയിലിരിക്കുന്ന ഒരു വാഹനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കാര്യമായിട്ടത് ബാധിക്കില്ല. തീർച്ചയായിട്ടും അപകടമുണ്ടാവും. എന്നാൽ പോലും കടലിലും ആകാശത്തും ഓടുന്ന വാഹനങ്ങൾ, വിമാനമായാലും കപ്പലായാലും, ഈ 5 ഡെഫിഷ്യൻസീസുമായിട്ട് മുന്നോട്ട് യാത്ര തുടരാമോ? അപ്പൊ ഡെഫിഷ്യൻസീസ് ഒക്കെ വരാം. 10-28 വർഷം പഴക്കമുള്ള ഒരു കപ്പലിന് ഡെഫിഷ്യൻസീസ് വരാം, തകരാറുകൾ വരാം. അത് പരിഹരിക്കലാണ് ലോക നിയമം. അത് പരിഹരിച്ച് വീണ്ടും മുന്നോട്ട് പോകും. പക്ഷെ എൽസാത്രിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്, ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ, നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് 13/11/24, കഴിഞ്ഞ നവംബർ മാസം 13-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. സലാലയിൽ നിന്ന് വരുന്നു, TRVയിൽ വരുന്നു, തിരിച്ച് ഇവിടെ നിന്ന് കൊളംബോയിൽ പോയിട്ട് അവിടെ നിന്ന് മാംഗ്ലൂരിലോട്ട് പോകുന്നു. അപ്പോ 13-ന് വന്ന് തിരിച്ച് മാംഗ്ലൂരിൽ എത്തുന്നതിന്റെ തീയതി വരെ നമുക്ക് ലഭ്യമാണ്. ഇവിടെ നിന്ന് പോയ കപ്പൽ കൊളംബോയിലോട്ടാണ് പോയത്. കൊളംബോയിൽ നിന്ന് പിന്നെ മംഗലാപുരത്തോട്ട് പോകുന്നു. മംഗലാപുരത്തത് 18/11/24 എത്തുന്നു. നമ്മുടെ സീ ട്രേഡ് മാരിടൈം പറയുന്നത് 19-ാം തീയതി ഈ ടെസ്റ്റ് നടത്തിയെന്നാണ്. 19 നവംബർ 2024. സാധാരണഗതിയിൽ ഇങ്ങനെ ഡ്രൈ ഡോക്കിങ്ങിന് കയറ്റിയാൽ എത്ര സമയം വേണ്ടിവരും? വിദഗ്ധ അഭിപ്രായം കുറഞ്ഞത് 14 ദിവസം വേണ്ടിവരും. യൂഷ്വലി 2 weeks there if it's routine. സ്ഥിരമായിട്ടുള്ള ചെക്കപ്പ് ആണെങ്കിൽ 2 ആഴ്ച. നോട്ട് മോർ ദാൻ എ മന്ത് വിത്ത് എക്സ്റ്റെൻസീവ് റിപ്പയർസ്. വളരെ കൂടുതൽ പരിശോധനകൾ ഉണ്ടെങ്കിൽ 1 മാസം. അപ്പോ 1 മാസവും 14 ദിവസവും എൽസാത്രിയെ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. പിന്നീടുള്ള യാത്ര മുഴുവൻ നമ്മുടെ കയ്യിൽ രേഖയുണ്ട്. 12 യാത്രകൾ നിരന്തരം എൽസ ഓടി ഒടുവിൽ തളർന്നു വീഴുകയായിരുന്നോ എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. മൊത്തം 13/11/24 മുതൽ 22/5/25 വരെ ഏകദേശം 197 ദിവസമാണ്. 197 ദിവസത്തിനിടയ്ക്ക് 12 യാത്രകൾ നടത്തുന്നു. 12 യാത്രകൾ ശരാശരി വേണ്ടി വരുന്നത് 16-17 ദിവസമാണ്. അപ്പോൾ 16-17 ദിവസത്തിൽ ഒരിക്കൽ നമ്മുടെ ഇവിടെ വരുന്നതാണ് ഈ പറയുന്നത്. ഇതിനിടയ്ക്ക് വേറെ ഏതെങ്കിലും പോർട്ടിലൊക്കെ പോയി കറങ്ങി വരുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. എന്തായാലും മിനിമം 16-17 ദിവസത്തിനിടയിൽ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ആഴ്ച ഡ്രൈ ഡോക്കിങ്ങിന് എൽസയെ പ്രവേശിപ്പിച്ചിരുന്നു. 5 ഡെഫിഷ്യൻസിയുമായിട്ട് നിരന്തരം
എൽസയെ ഓടിക്കുകയായിരുന്നില്ലേ? അങ്ങനെ ഓടിത്തളർന്ന എൽസ 3യെ ഡ്രൈ ഡോക്കിന് പ്രവേശിപ്പിച്ച് കാണില്ല എന്ന് തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റൻ ജസ്റ്റിന്റെ വിശ്വാസം. ഏജ് മെയിൻ ഫാക്ടർ തന്നെയാണ്. ഏജ് ഷിപ്പ് ഒരു ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, ശരിക്കും ഡ്രൈ ഡോക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഹെക്റ്റിക് ആയതുകൊണ്ട് മെയിൻ്റനൻസ് ഒന്നും കാണത്തില്ല. അപ്പോൾ ചെറിയ ക്രാക്ക് വന്നാലും അത് പൊട്ടി വലുതാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഫാക്ടേഴ്സായിട്ട് എനിക്ക് തോന്നുന്നത്. ക്യാപ്റ്റൻ ജസ്റ്റിൻ പറഞ്ഞതിനെ സാധൂകരിക്കുന്നതാണ് എൽസ 3യുടെ ക്യാപ്റ്റനും പറഞ്ഞ വാക്കുകൾ. ആദ്യമായിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ടെക്നിക്കൽ പ്രോബ്ലം വിത്ത് ദ സിസ്റ്റം ഓഫ് ദ വെസൽ. പ്രോബ്ലം ഓഫ് ദ വെസൽ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു, പ്രോബ്ലം ഓഫ് ദ വെസൽ. പിന്നീടുള്ള സബ്സിക്വന്റ് ചോദ്യത്തിലാണ് കാലാവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. കാലാവസ്ഥയും പ്രശ്നമായിരുന്നു, രാത്രിയായിരുന്നതും പ്രശ്നമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കപ്പലിന്റെ ഡിഫക്റ്റ് തന്നെയായിരുന്നു പ്രധാനം. അവിടെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചുണ്ട്. MSC എന്ന് പറയുന്ന കപ്പൽ കമ്പനിക്ക് 700-750 കപ്പലുകളുണ്ട്. ഇപ്പോഴും 1000 അടുക്കാവുന്ന 250 കപ്പലുകൾ പണിപ്പുരയിലാണ്, ഓർഡർ നൽകിയിട്ടുണ്ട്. 10,000 കപ്പലുകളുള്ള കമ്പനിക്ക് ഒരു കപ്പൽ നഷ്ടപ്പെടുന്നത് ഒരു പുതുമയുള്ള വാർത്തയല്ല. ഇപ്പൊ തന്നെ കാനഡയുടെ പരിസരത്ത് ഒരു കപ്പൽ മഞ്ഞിൽ ഇടിച്ചു നിൽക്കുന്ന കഥ ഈ ദിവസങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റു പലയിടത്തും ഇതുപോലെ അപകടങ്ങളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കപ്പൽ അപകടം പുതുമയല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഏക പോർട്ടാണ്, ഏക കടലാണ്. ഈ കടലിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ലോക വാർത്തയാണ്, നമ്മുടെ ഭാവി തന്നെ തകിടം മറിയുന്നതാണ്. ചെന്നൈയിലിരിക്കുന്ന ഈ ട്രേഡിലെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, നമുക്കെല്ലാവർക്കും വലിയ നാണക്കേടാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിടിപ്പുകേടാണ്. സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ, പോർട്ടുകളുടെ പിടിപ്പുകേടിലൂടെയാണ് എൽസ 3 മുങ്ങിയതെന്നുള്ളതാണ് പൊതു സമൂഹം വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യം പുറത്തു വരണം. നമ്മൾ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി, ഈ ട്രേഡിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഈ ട്രേഡിലൂടെ രാജ്യം വളരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് അടി നൽകിയവർ ആരായാലും ഇനിയുള്ള ദിവസങ്ങളിലാണ് ഇതിന്റെ പിന്നിലുള്ള സത്യങ്ങൾ കൂടുതൽ വെളിപ്പെടാൻ പോകുന്നത്. പല പ്രേക്ഷകരും പല സൂചനകളും നൽകുന്നു. കൃത്യമായ തെളിവുകൾ, ഈ പറഞ്ഞതുപോലുള്ള തെളിവുകൾ കിട്ടുന്നത് വരെ അത്തരം ആരോപണങ്ങൾ ഒന്നും സെയിലിംഗ് കമന്ററി ഉന്നയിക്കുന്നില്ല. പക്ഷേ നമ്മുടെ കടലിനുണ്ടായിരിക്കുന്ന പോരായ്മകൾ, മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥയിലൂടെ ആണെങ്കിൽ പോലും ഉണ്ടായിരിക്കുന്ന ഈ പ്രത്യാഘാതങ്ങൾ, ഇവയൊക്കെ ചെറുക്കാൻ കഴിയുമായിരുന്നു. ഉത്തരം പറയേണ്ടത് ബന്ധപ്പെട്ട കപ്പൽ ഉടമയും ഈ മേഖലയിലെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമാണ്. അവരുടെ മറുപടികൾക്ക് വേണ്ടി വളരെ വിനയത്തോടെ സെയിലിംഗ് കമന്ററി കാത്തിരിക്കുന്നു.